ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 47 ഉലൂഖല ബന്ധനം. ശ്ലോകം 1. ഏകദാ ദതി വിമാതകാരിണീം മാതരം സമുപസേതി വാ ഭവൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യപവിവാൻ ഭയോധരൗ. പദം. ഏകദാ ദതി വിമാതകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗം ഏത്യ പപിവാൻ ഭയോധരൗ. അർത്ഥം: ഒരിക്കൽ മുല കുടിക്കാനുള്ള വ്യഗ്രത മൂലം അങ്ങ് തയ്യാറടഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ അരികിൽ ചെന്ന് മടിയിലിരിക്കുകയും ജോലിക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് മുല കുടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ശ്ലോകം 2. അർത്ഥവീതകുജകുട്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഃഖമീശദഹനെ പരിശ്രുതം ധർത്തുമാശു ജനനീ ജഗാമതേ. പദം. അർത്ഥപീതകുജകുട്മളേ ത്വയി സ്നിഗ്ധഹാസ മധുര ആനന അംബുജേ ദുഗ്ധം ഈശ ദഹനെ പരിശ്രുതം ധർത്തും ആശു ജനനി ജഗാമതേ. അർത്ഥം: ഹേ ഈശ, മന്ദഹാസമധുരമായ മുഖാംബുജത്തോടുകൂടി അങ്ങ് മുല കുടിച്ച് പകുതിയായപ്പോൾ അടുപ്പിൽ വെച്ചിരുന്ന പാത്രത്തിൽ നിന്നും പാൽ തിളച്ചു തൂവുകയും അത് തടയുവാനായി മാതാവ് ഉടനെ പോവുകയും ചെയ്തു. ശ്ലോകം 3. സാമിപീതരസഭംഗസംഗത ക്രോധഭാരപരിപൂതചേതസാ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദതി ഭാജനം ത്വയാ. പദം. സാമി പീത രസ ഭംഗ സംഗത ക്രോധ ഭാര പരിഭൂത ചേതസ മന്ദദണ്ഡം ഉപഗൃഹ്യ പാടിതം ദേവ ദതി ഭാജനം ത്വയാ. അർത്ഥം: ദേവ, മുല കുടിക്കൽ തടസ്സപ്പെട്ടതുമൂലം അങ്ങയുടെ മനസ്സിൽ കോപാധിക്യമുണ്ടാകുകയും അങ്ങ് കടകോലെടുത്ത തൈർക്കുടം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. ശ്ലോകം 4. ഉച്ചലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുത ത്വദൃശോ വിസരവദ്ദർശസ സദ്യയേവ ദതി വിസ്തൃതം ക്ഷിതൗ. പദം. ഉച്ചലധ്വനിതം ഉച്ചകൈഃ തദാ സന്നിശമ്യ ജനനീ സമാദ്രുത ത്വത് യശോ വിസരവദ് ദദർശ സാ സദ്യ ഏവ ദതി വിസ്തൃതം ക്ഷിതൗ. അർത്ഥം: ആ സമയം ഉച്ചത്തിലുണ്ടായ ശബ്ദം കേട്ട് പരിഭ്രമത്തോടെ ഓടിവന്ന മാതാവ് അങ്ങയുടെ കീർത്തിധാവല്യം പോലെ നിലത്ത് പരന്നു കിടന്നിരുന്ന തൈർ കണ്ടു. ശ്ലോകം 5. വേദമാർഗപരിമാർഗിതം രുഷ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുഹൃതിന്നുലൂഹലേ ദീയമാന നവനീതമോദവേ. പദം. വേദമാർഗപരിമാർഗിതം രുഷ ത്വാം അവീക്ഷ പരിമാർഗയന്തി അസൗ സന്തദർശ സുഹൃദിനി ഉലൂഹലേ ദീയമാന നവനീതം ഓദവേ. അർത്ഥം: മറ്റുള്ളവരാൽ വേദമാർഗങ്ങളിൽ കൂടെ മാത്രം തെരയപ്പെടുന്ന അങ്ങയെ കാണാഞ്ഞത് മൂലമുണ്ടായ കോപനിമിത്തം പുണ്യശാലിനിയായ യശോദ തിരച്ചിൽ ആരംഭിച്ചപ്പോൾ ഉരലിൻ്റെ മുകളിൽ കയറി പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരുന്ന അങ്ങയെ കണ്ടു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.